ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ചക്കയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അറിയാമോ? നിങ്ങൾ പറഞ്ഞത് കേരളം എന്നാണ്. എങ്കിൽ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ പൻറൂട്ടി എന്ന ഗ്രാമം ഇന്ത്യയുടെ ചക്കയുടെ തലസ്ഥാനം എന്ന പേരിൽ വ്യാപകമായി അറിയപ്പെടുന്നു. വിപുലമായ ചക്കകൃഷിയും സജീവമായ ചക്ക വ്യാപാരവുമാണ് ഈ വിശേഷണത്തിന് കാരണം. ഈ പ്രദേശത്തിൻ്റെ ചൂടുള്ള കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും അനുകൂലമായ പ്രകൃതി സാഹചര്യങ്ങളും ചക്കകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. വിളവെടുപ്പ് കാലത്ത് പൻറൂട്ടിയിലെ വിപണികൾ വലിയ ചക്കകൾ കൊണ്ട് നിറയും. ഇവിടെ നിന്നുള്ള ചക്കകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു. ഈ വിളയെ ആശ്രയിച്ചാണ് പ്രദേശത്തെ അനേകം കർഷക കുടുംബങ്ങളുടെ ഉപജീവനം. പൻറൂട്ടിയുടെ പ്രധാന പ്രത്യേകതകൾ: ഉയർന്ന നിലവാരമുള്ള ചക്ക, വിപുലമായ ചക്കകൃഷി, നല്ല മധുരവും നല്ല മണവുമുള്ള പഴങ്ങൾ, സജീവമായ പഴവിപണികൾ, പരമ്പരാഗത കൃഷിരീതികൾ. പൻറൂട്ടിയിലെ ചക്കയെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? പൻറൂട്ടിയിലെ ചക്ക അതിൻ്റെ രുചി, മാംസളത, മണം, നല്ല വലിപ്പം, ഗുണനിലവാരം എന്നിവ കൊണ്ടാണ് പ്രശസ്തം. പ്രദേശത്തിൻ്റെ അനുകൂലമായ കാലാവസ്ഥയും മണ്ണും ചക്കയ്ക്ക് നല്ല മധുരം ലഭിക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ പഴമായി കഴിക്കുന്നതിനും സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഈ ചക്കയ്ക്ക് വലിയ ഡിമാൻഡാണ്. ചക്ക മുഴുവനായി വിൽക്കുന്നതിന് പുറമെ ചിപ്സ്, മധുരപലഹാരങ്ങൾ, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. പൻറൂട്ടിയിൽ ചക്ക ഒരു സീസണൽ വിള മാത്രമല്ല, അത് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. തിരക്കേറിയ പഴവിപണികൾ, റോഡരികിലെ ചക്ക വിൽപ്പന കേന്ദ്രങ്ങൾ, സജീവമായ മൊത്തവ്യാപാരം, പുതിയ വിളവുകളുമായി എത്തുന്ന കർഷകർ, പുതുതായി പറിച്ച ചക്ക വാങ്ങാനെത്തുന്ന സന്ദർശകർ. ചക്കയ്ക്കൊപ്പം കശുവണ്ടിക്കും പൻറൂട്ടി പ്രശസ്തമാണ്. കേരളം, കർണാടക, അസം എന്നീ സംസ്ഥാനങ്ങളിലും ഗണ്യമായ തോതിൽ ചക്ക ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നിരുന്നാലും ചക്കകൃഷിയുടെ സാന്ദ്രതയും ശക്തമായ വിപണന ശൃംഖലയും പൻറൂട്ടിയെ വേറിട്ട് നിർത്തുന്നു. ഇനി ചക്കയുമായി ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ചക്ക, ജാക്ക് ഫ്രൂട്ട്, പ്ലാവ്, ജാക്ക് ട്രീ, ചക്കമടൽ, റൈൻഡ്, ചകിണി, ജാക്ക് ഫ്രൂട്ട് പിത്ത് അല്ലെങ്കിൽ റാക്സ്, ചക്കച്ചുള, പോട്ട്സ്, ബൾബ്സ് അല്ലെങ്കിൽ എയറിൽ, അതുമല്ലെങ്കിൽ എയറിൽ എന്നും പറയാം. ഗുഡ് ബൈ.